Hello ACCA students, welcome back to Reply ACCA. So നമ്മളുടെ ACCA ഡിസംബർ 2025 സെഷൻ്റെ എക്സാം ഡോക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമുക്കറിയാം ഒരു സ്കിൽ ലെവൽ ഓർ പ്രൊഫഷണൽ ലെവൽ എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സാം ഡോക്കറ്റ് മസ്റ്റ് ആണ്, അലോങ് വിത്ത് യുവർ നാഷണൽ ID ഓർ പാസ്പോർട്ട്. സോ ഈ ഒരു ഡോക്കറ്റ് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങളുടെ എക്സാം ഡോക്കറ്റ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒന്ന് ACCയുടെ ഒഫീഷ്യൽ സ്റ്റുഡൻറ്റ് പോർട്ടൽ ആയിട്ടുള്ള മൈ ACCA അക്കൗണ്ട് ത്രൂ, രണ്ടാമത്തേത് നിങ്ങളുടെ മെയിൽ ID ത്രൂ ആയിരിക്കും. സോ രണ്ടും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് Gmail ത്രൂ എങ്ങനെയാണ് ഡോക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. സോ ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യണം. സോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ACCയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഡോക്കറ്റ് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. സോ നിങ്ങളത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് യുവർ ഡോക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യാം. സോ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ACCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരുന്നത്. നിങ്ങളൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സസ് യുവർ ഡോക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളത് ചൂസ് ചെയ്യണം. സോ ഇത് ആക്സസ് ചെയ്യാനായിട്ട് മൈ ACCA ത്രൂ ലോഗിൻ ചെയ്യാനാണ് അവർ പറയുന്നത്. സോ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് സൈൻ ഇൻ ചെയ്യാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോട്ടി ഫോം ഫില്ല് ചെയ്യലാണ്. ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താലാണ് നിങ്ങളുടെ ഡോക്കറ്റ് ജനറേറ്റ് ആവുള്ളൂ. സോ ഈ ഒരു ഫോമിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നിങ്ങളുടെ എക്സാം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓൾസോ നിങ്ങളുടെ മെത്തേഡ് ഓഫ് സ്റ്റഡി, നിങ്ങൾ ഫുൾ ടൈം ഫേസ് ടു ഫേസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ട് ടൈം ഫേസ് ടു ഫേസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ലേണിംഗ് ആണ്, ഏതാണോ നിങ്ങളുടെ മെത്തേഡ് ഓഫ് സ്റ്റഡി അത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഇവിടെ തന്നിട്ടുള്ള മെത്തേഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ഡെഫിനിഷൻ ഇവിടെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നിങ്ങളുടെ കൺട്രി, നിങ്ങൾ ഏത് കൺട്രിയിൽ നിന്നാണ് എക്സാം എഴുതുന്നത് ആ ഒരു കൺട്രി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഓൾസോ നിങ്ങളുടെ ലേണിംഗ് പ്രൊവൈഡർ, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് ആ ഒരു ലേണിംഗ് പ്രൊവൈഡറിൻ്റെ പേര് ഇവിടെയുള്ള ലിസ്റ്റിൽ ഉണ്ടാവും. ഇൻ കേസ് ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ലേണിംഗ് പ്രൊവൈഡറിൻ്റെ പേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതർ പ്രൊവൈഡർ നെയിം എന്നുള്ള ഓപ്ഷനിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഇത്തരം ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് കൺഫേം കൊടുക്കാം. സോ വൺ സേവ് ആൻഡ് കൺഫേം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്കറ്റ് ഇവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഡൗൺലോഡ്സിൽ ഇപ്പോൾ നിങ്ങളുടെ ഡോക്കറ്റ് ആയിട്ടുണ്ട്. നിങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ്, എക്സാമിൻ്റെ ടൈം ആൻഡ് നിങ്ങളുടെ സെൻറ്റർ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കത് കൺഫേം ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് മൈ ACCA അക്കൗണ്ട് ത്രൂ ഡോക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. സോ ഇതിനായിട്ട് നിങ്ങൾ മൈ ACCA അക്കൗണ്ട് ഒന്ന് ലോഗിൻ ചെയ്യണം. സോ വൺസ് നിങ്ങളുടെ മൈ ACCA അക്കൗണ്ട് ഓപ്പൺ ആയതിനു ശേഷം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷൻ. സോ ആ ഒരു സെഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. എന്നിട്ടൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡോക്കറ്റിന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യാം. സോ മൈ ACCA അക്കൗണ്ട് ത്രൂ ആക്സസ് ചെയ്താലും നിങ്ങൾക്ക് കോട്ടി ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഡോക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള രണ്ട് രീതി. സോ നിങ്ങൾ ACCയുടെ എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഡോക്കറ്റ് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്യിക്കില്ല. So don't forget to take your docket along with your ID. So ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. താങ്ക് യു.